യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം ദുര്യോധനാദികൾ കൊട്ടാരത്തിലെത്തി വിശ്രമിച്ചു. ഇനി അനന്തരകരണീയം എന്ത് എന്നതിനെ സംബന്ധിച്ചും ദുര്യോധനനും ശകുനിയും ദുശാസനനും കർണനും ചേർന്ന് ആലോചന തുടങ്ങി. ആ ആലോചനയിൽ കർണൻ പറഞ്ഞ അഭിപ്രായം വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ പാഞ്ചാലിന് പകുതി രാജ്യമേ ഉള്ളൂ. അപ്പോൾ പകുതി രാജ്യം ഉള്ള പാഞ്ചാലിന് ധനപരമായി ശോഷിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാം. പാഞ്ചാലനെയും കൊല്ലാം, ധൃഷ്ടദ്യുമ്നനെയും കൊല്ലാം, പാണ്ഡവന്മാരെയും കൊല്ലാം, പാഞ്ചാലിയെയും കൊല്ലാം. ഇതാണ് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം. ഇത് കേട്ട് ശകുനി ചിരിച്ചു. ശത്രുക്കളെ നശിപ്പിക്കാൻ വേറെ പലതരത്തിലുള്ള വഴികളുണ്ട്. യുദ്ധം ഏറ്റവും ഒടുവിലത്തേതായിരിക്കണം. നിനക്ക് പാണ്ഡവന്മാരെ ഇല്ലാതെയാക്കുകയല്ലേ വേണ്ടൂ. അതിനുള്ള വഴികൾ ഞാൻ കണ്ടുപിടിച്ച് പറഞ്ഞു തരാം. തൽക്കാല സമയത്തേക്ക് ശാന്തമായിട്ടിരിക്കുക. അതിന് വഴികൾ കണ്ടുപിടിക്കാം, അതിന് വഴികളുണ്ടാകും. അതിന് ഞാൻ ഉറപ്പ് തരുന്നു. നീ ശാന്തമായിട്ടിരിക്കുക, സ്വസ്ഥനായിട്ടിരിക്കുക, ആരോഗ്യത്തെ നശിപ്പിക്കാതെ. നീ ശത്രുവിനോടുള്ള പക നിൻ്റെ മനസ്സിൽ വെച്ചാൽ, ആരുടെ മനസ്സിലാണോ പകയിരിക്കുന്നത് ആ പക മനസ്സിൽ കൊണ്ടു നടക്കുന്നവനാണ് നശിക്കുന്നത്, ആ ശത്രുവല്ല. അപ്പോൾ പക സമുദ്രത്തിനടിയിലിരിക്കുന്ന ബടവാഗ്നി പോലെ സൗകര്യം കിട്ടുമ്പോൾ പുറത്തേക്കിറങ്ങി കത്തിപ്പടരും. അപ്പോൾ പക ആര് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നുവോ അവരൊക്കെയും ബടവാഗ്നിയെ അന്തർഭാഗത്ത് വഹിക്കുന്ന സമുദ്രത്തെ പോലെയാണ്. ഏത് സമയത്തും ഈ ബടവാഗ്നി വെച്ചാൽ കുതിരയുടെ മുഖത്തിൻ്റെ ആകൃതിയിൽ ഈ ഔർവൻ്റെ കോപത്തെ അഗ്നിയാക്കിയെടുത്ത്, ഔർവ മഹർഷി അദ്ദേഹത്തിൻ്റെ കോപത്തെ അഗ്നിയാക്കിയെടുത്ത് സമുദ്രത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന കഥയിൽ നിന്ന് വരുന്നതാണ് ആ ഇമേജ്. അതുകൊണ്ട് പക ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അഗ്നിയാണ്. ആ അഗ്നി ആരാണോ പകയെ, പ്രതികാരത്തെ, ശത്രുതയെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്, ആ സൂക്ഷിക്കുന്നയാളിനെയാണ് ആദ്യം വകവരുത്തുന്നത്, അല്ലാതെ മറ്റേ ആളിനല്ല. അപ്പം അതിന് നമുക്ക് വഴികൾ കണ്ടുപിടിക്കാം. ശാന്തമായിരിക്കൂ എന്നവർ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിതുരർ ആഹ്ലാദത്തോടുകൂടി ചെന്ന് ധൃതരാഷ്ട്രരുടെ മുറിയുടെ വാതിക്കൽ നിന്നുകൊണ്ട് അകത്തേക്ക് വിളിച്ചു പറഞ്ഞു. സന്തോഷത്തിൽ മതിമറന്ന് നിൽക്കുകയാണ് വിതുരർ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ട്. അങ്ങയുടെ മൂത്ത പുത്രൻ പാഞ്ചാലിയെ വിവാഹം കഴിച്ചിരിക്കുന്നു, വില്ലുകുലച്ച് പാഞ്ചാലിയെ നേടിയിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് വലിയ ആഹ്ലാദമായി. ധൃതരാഷ്ട്രർ പറഞ്ഞു, അതങ്ങനെയല്ലേ വരൂ, അവൻ വലിയ വീരൻ, എല്ലാ യുദ്ധമുറകളും അവനറിയാം, വിശേഷാൽ ഗദായുദ്ധത്തിൽ സമർത്ഥൻ. ഗദായുദ്ധത്തിൽ ലോകപ്രസിദ്ധനായ ബലരാമൻ്റെ ശിഷ്യൻ, ശാരീരിക ശേഷിയുള്ളവൻ, ആരും കണ്ടാൽ കൊതിക്കത്തക്ക വിധത്തിൽ സുമുഖൻ, അങ്ങനെയൊക്കെയുള്ള ദുര്യോധനനെ പാഞ്ചാലി ഭരിച്ചു എന്ന് പറഞ്ഞാലും അവൻ വില്ലെടുത്ത് കുലച്ചു എന്ന് പറഞ്ഞാലും വിതുര അതിനകത്ത് അത്ഭുതമൊന്നും ഇല്ലടോ. അപ്പോഴാണ് ഇതൊരു കാര്യം മനസ്സിലായത്. അല്ല, ഞാൻ ദുര്യോധനനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പിന്നെ ആരെ ഉദ്ദേശിച്ചാണ് നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് അങ്ങയുടെ മൂത്തപുത്രൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പാണ്ഡുവിൻ്റെ മൂത്തപുത്രൻ്റെ കാര്യമാണ്. പെട്ടെന്ന് ഇടിവെട്ട് കൊണ്ടതുപോലെയാണ് ഇദ്ദേഹത്തിന് തോന്നിയത്. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ, അത് നല്ലതല്ലേ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാണ്ഡുവിൻ്റെ പുത്രന്മാർ ജീവിച്ചിരിക്കുന്നു എന്നത് നല്ലതല്ലേ, അവരെ അരക്കിലത്തിൽ വീണ് കത്തിപ്പോയി എന്നല്ലേ വിചാരിച്ച്, മരിച്ചു എന്നല്ലേ വിചാരിച്ചു കൊണ്ടിരുന്നത്. വളരെ നന്നായി, വളരെ നന്നായി, ഈശ്വരൻ അവരെ രക്ഷിച്ചു, ഭാഗ്യം. എന്തായാലും നമുക്ക് പിതാമഹനെ ഒന്ന് കാണുക, ഭീഷ്മരെ കാണുക എന്ന് പറഞ്ഞ് ഭീഷ്മരുടെ അടുത്തേക്ക് ഇദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് വിതുരർ പോയി. അവിടെ ചെന്ന് പറഞ്ഞു, വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ അങ്ങ്? എന്താ വിവരങ്ങൾ? വിവരങ്ങൾ പാണ്ഡുവിൻ്റെ മൂത്തപുത്രൻ അവരൊക്കെ ജീവിച്ചിരിക്കുന്നു. പാണ്ഡുവിൻ്റെ മൂത്തപുത്രൻ അർജുനൻ വെല്ലുവിലച്ച് ലക്ഷ്യം ഭേദിച്ച് പാഞ്ചാലിയെ നേടിയിരിക്കുന്നു. അങ്ങനെ ശക്തനായ പാഞ്ചാലനുമായിട്ട് സഖ്യമുണ്ടായിരിക്കുന്നു. ഞാനിതൊക്കെ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ? അതൊക്കെ ഞാൻ അറിഞ്ഞടോ. ഇനി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് താൻ? അല്ല, അവരെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കുക, അവരോടൊന്ന് താമസിക്കട്ടെ.
കൃഷ്ണനെയും ക്ഷണിക്കുന്നുണ്ടോ? കൃഷ്ണനോ? ആ കൃഷ്ണനെ യാദവൻ, ഭഗവാൻ, ശംഖ ചക്ര ഗദാധാരിയായ ഭഗവാൻ. പത്മത്തിൻ്റെ കാര്യം പറയുന്നില്ല അവിടെ. ശംഖ ചക്ര ഗദാധാരിയായ സാക്ഷാൽ ഭഗവാൻ യാദവ രൂപത്തിൽ ദ്വാരകയിൽ വസിക്കുന്നുണ്ടല്ലോ, അദ്ദേഹവും അവിടെയുണ്ട്. ഇതൊക്കെ ഞാൻ അറിഞ്ഞിരിക്കുന്നു, ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ഞാൻ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയും.